ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ലെവൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ 55,306 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അതുപോലെ 55,520 അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ താഴേക്ക് ട്രേഡ് നോക്കാനാണ് പ്ലാൻ. 55,520 അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവലാണ് 55,500 എന്നുള്ള ലെവലിൻ്റെ മുകളിലാണതുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് താഴേക്കാണ് നോക്കുക. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്, ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ. അതുപോലെ നിഫ്റ്റിയിലാണ് 24,554 ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നോക്കുന്നത്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കാം. അതുപോലെ ഇപ്പോൾ ഓൾറെഡി പ്രീവിയസ് ഡേയിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താണ് ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്ക് ഈ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് താഴേക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഏതാണോ ചാൻസ് വരുന്നത് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:36 നമ്മൾ മാർക്ക് ചെയ്ത ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് അപ്സൈഡ് ലിക്വിഡിറ്റി 55,520 ടാപ്പ് ചെയ്തിട്ടില്ല. അത് ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് നോക്കായിരുന്നു. അപ്പോൾ നമുക്ക് മേലേക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. മാർക്കറ്റ് ഭയങ്കര വോളട്ടൈൽ മൂവ്മെൻ്റ് ആണ്. നമുക്കൊരു ഇവൻ നിഫ്റ്റിയിലായാലും ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ഐഡിയസ് എടുത്തിട്ട് ഫസ്റ്റ് ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ എടുക്കാൻ ധൈര്യമില്ല. ഒന്നാമത് RBIൻ്റെ ഒരു പോളിസിയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അൺഹെൽത്തി ആയിട്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഇപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റി ടാപ്പ് ചെയ്യുന്നത്, പക്ഷേ നമുക്കൊരു അവസരം കിട്ടുമോയെന്നറിയില്ല. കിട്ടുകയാണെങ്കിൽ എടുക്കാം. മാർക്കറ്റ് ഒരു അൺഹെൽത്തി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട്. ഞാൻ ഇതുവരെ ഒരു ട്രേഡ് പോലും എടുത്തിട്ടില്ലെന്ന്. ഫസ്റ്റ് 10:36 ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ട സമയമായിട്ടുണ്ട് ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ, പക്ഷേ ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല. കാരണം പറഞ്ഞ പോലെ മാർക്കറ്റ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വിട്ടുപോയതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര അൺഹെൽത്തി മൂവ്മെൻറ്റ് പോലെ തോന്നുന്നു. അതുപോലെ ഗോൾഡിൽ XNSലൊരു ട്രേഡ് പ്രീവിയസ് ഡേയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രേഡ് 1:10 അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 1,84,000 ആയിട്ടുണ്ട് ക്യാപിറ്റൽ. 1,50,000 സംതിങ് ആയിരുന്നു ക്യാപിറ്റൽ. അത് അഗെയിൻ 1 lakh വെച്ചിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്, എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ 1,84,000 ആയിട്ടുണ്ട്. ഗോൾഡിൽ നന്നായിട്ട് അത്യാവശ്യം പിന്നെയും നമുക്ക് ലിക്വിഡിറ്റി വർക്ക് ചെയ്യണം. ഞാൻ ഏറ്റവും ഡൗൺ സൈഡിൽ നിന്നാണ് എടുത്തത്. താഴെ ഒരു 50 മിനിറ്റ്സ് ഐഡിയക്സ് എടുത്തതിന് ശേഷം 33.61 ടാപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്ത് താഴെ ഒരു റൗണ്ട് ലെവൽ 33.50 എന്നുള്ള ഏരിയ എന്നൊക്കെ ടാപ്പ് ചെയ്തപ്പോഴാണ് മുകളിലേക്ക് എടുത്തത്. നല്ല ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ട്രേഡിൽ 1,84,000 ആയിട്ടുണ്ട്. ഏതായാലും ഇന്ന് വേറെ ട്രേഡൊന്നും ചെയ്തിട്ടില്ല ഗോൾഡിലൊന്നും. അതുപോലെ പിന്നെ എന്താ പറയുക, XNSൽ കുറച്ച് ആളുകൾക്ക് പറഞ്ഞിട്ടു വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും പ്രശ്നം ചിലവർക്കൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യാനോ ഫണ്ട് ആഡ് ചെയ്യണേലോ വിഡ്രോ ചെയ്യണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കാം. ഞാൻ XNSൻ്റെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്പേഴ്സൊക്കെ ഉണ്ട്, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. എനിക്കിതുവരെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഈ ഫസ്റ്റത്തെ 2 ഡേയ്സ് മാത്രമേ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ട് ആഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഏതായാലും നമുക്ക് ചാൻസ് വരട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:20 ആയിട്ടുണ്ട്. ഗോൾഡ് ഒരു 50 മിനിറ്റ്സ് പ്രോപ്പർ ഐഡിയക്സ് അല്ല, ഒരു ഇൻറ്റേർണൽ ഐഡിയക്സ് ഏരിയയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡൊക്കെ നോക്കാം. ഞാൻ അൽപാരി എന്നുള്ളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. XNSൻ്റെ കൂടെ തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാനാണ് പ്ലാന്. XNSൽ ഇപ്പോൾ ഓൾറെഡി ഹാഫ് എമൗണ്ട് ഉണ്ട്, ഇതിലും ഹാഫ് വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അൽപാരി എന്നുള്ള. കാരണം ഒരുപാട് പഴയ ബ്രോക്കറാണ്. മെറ്റാ ട്രേഡറിലൊക്കെ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടീമാണ്. അപ്പം അത്യാവശ്യം XNSനെ പോലെ തന്നെയാണ്, അതിനേക്കാളും യൂസേഴ്സ് നമ്പർ ഓഫ് ആളുകളൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അൽപാരി. ഇവർ ഒരുപാട് വർഷപ്പഴക്കമുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അൽപാരിയിലും ഫോറക്സ് ട്രേഡിങ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ആപ്പ് ഉണ്ട്, അതുപോലെ വെബ് പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ MT5ലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ചെറിയൊരു എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 25K ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും ഇതുപോലെ UPI വഴിയും ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെ ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ XNSൻ്റെ അത്ര ഫാസ്റ്റായിട്ട് വിഡ്രോവലും നടക്കില്ല. അപ്പോൾ മിനിമം 2 hours ഒക്കെ കഴിഞ്ഞിട്ടാണ് വിഡ്രോവൽ. 2 hours to 12 hours ഒക്കെ പറയണം അവർ. പക്ഷേ അവർ പറയുന്നത് കുറച്ചും കൂടി സേഫസ്റ്റ് മെത്തേഡാണ് ഞങ്ങളത്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യണതെന്നൊക്കെയാണ് പറയുന്നത്. വിഡ്രോവലിന് ടൈം എടുക്കുന്നത്. പക്ഷേ മെറ്റാ ട്രേഡർ ഇത് വെച്ചിട്ടാണ് ചെയ്യുക. ഏതായാലും ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ലിങ്ക് ഉണ്ടാവും, അൽപാരി ഓപ്പൺ ചെയ്യാനുള്ള, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് എങ്ങനെയാണ് ചെയ്യുക, MT5ൽ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ അൽപാരി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഈ ഗോൾഡിൽ ചെയ്യുന്ന ട്രേഡ്, ഗോൾഡിൽ ഇപ്പോൾ നന്നായിട്ട് സക്സസ് ആയിട്ട് പോകുന്ന ആ ഒരു ട്രേഡ് സെറ്റപ്പ്, ലിക്വിഡിറ്റി എന്നുള്ള ബേസിലുള്ള ട്രേഡ് സെറ്റപ്പ് വെച്ചിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രാറ്റജി പോലെ.
ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ മാസം ത്തിൻ്റെ അവസാനത്തിനുള്ളിൽ റെഡിയാക്കിയിട്ട് ഇതിൻ്റെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ ഞാൻ അയച്ചുതരാം. ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഇതിൽ ജസ്റ്റ് എന്താ പറയുക, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനും സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്ലേസ് ചെയ്യാനൊക്കെ സുഖമാണ്. ജസ്റ്റ് ഒരു ഓർഡർ കൊടുത്തിട്ടാൽ മതി. അതുപോലെ ടാർജറ്റും സ്റ്റോപ്പ് ലോസൊക്കെ അപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താൽ എപ്പോഴാണ് അവിടെ ഓർഡർ വരുന്നത് ഇനി നമുക്ക് പിന്നെ സിസ്റ്റം ക്ലോസ് ചെയ്ത് പോലെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുമ്പോഴാണ് കുഴപ്പം വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓർഡർ ഹിറ്റായിട്ട് സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ അവിടെ ഫിക്സ് ആയി നിന്നോളും. അതുപോലെ മാർക്കറ്റ് എക്സിക്യൂഷൻ, മാർക്കറ്റ് ടൈമിലും കൊടുക്കാനും സുഖമാണ്. ഇത് ക്വിക്കായിട്ട് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അതുപോലെ മോഡിഫൈ ചെയ്യാനൊക്കെ സുഖം. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും. അത്ര ഈസിയാണ് കാര്യങ്ങൾ. ഏതായാലും താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ ലിങ്ക്, വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എൽപാരി ഓപ്പൺ ചെയ്തിട്ട് എന്നെ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ആ വീഡിയോ റെഡി ആവുന്ന സമയത്ത്, നമ്മുടെ സ്ട്രാറ്റജിയുടെ വീഡിയോസ് റെഡി ആവുന്ന സമയത്ത് ഞാൻ അയച്ചു തരേണ്ടത്. ഓക്കെ. ഏതായാലും ഇതുവരെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ചാൻസ് കിട്ടിയില്ല. അതുപോലെ ഗോൾഡിലും ട്രേഡ് ചെയ്തില്ല. നമുക്കൊരു റൗണ്ട് ലെവൽ ഉണ്ടല്ലോ 33.70 താഴേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ ഒരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം അപ്പ് സൈഡിലേക്ക്. കാരണം പലപ്പോഴും റൗണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യണതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. 1:5 റേഞ്ചിലുള്ള ട്രേഡാണ്. നമുക്ക് ട്രെയിലിംഗ് ചെയ്ത് യൂസ് ചെയ്ത് പോവാം. എന്താ പറയുക, ട്രെയിൽ ചെയ്ത് പോവാം. ഇവിടെ ഒരു 33.78 എന്നുള്ള ഒരു ഏരിയയിൽ നമ്മുടെ 33.78 അതിൻ്റെ മുകളിൽ 15 പോയിൻറ്റ്സിൽ കുറച്ച് മുകളിൽ കൊടുക്കാം നമുക്ക്. ഏതായാലും ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:53. നമുക്കൊരു ട്രേഡ് എടുക്കാം, ബൈ കൊടുക്കാം. മാർക്കറ്റ് പ്രൈസിൽ 33.70 താഴേക്ക് മാർക്കറ്റ് വന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ കൊടുത്തു ഓർഡർ ഒരുമിച്ച് കൊടുക്കുക, സ്റ്റോപ്പ് ലോസും ടാർജറ്റ്. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഓർഡർ കൊടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസും ടാർജറ്റും സെറ്റ് ചെയ്യണം. ജസ്റ്റ് ആ ഒരു ഓർഡർ കൊടുത്ത ഏരിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ SL വേണ്ടത്, അപ്പോൾ ബൈ ആണ് ചെയ്തെങ്കിൽ താഴേക്ക് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര സിമ്പിളാണ് കാര്യം. അതുപോലെ നമ്മൾ ബൈ ചെയ്ത ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ബൈ ചെയ്ത ഏരിയയിൽ ജസ്റ്റ് മൗസ് വെച്ചിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടാർജറ്റും ബുക്ക് ചെയ്യാം. നമ്മുടെ ടാർജറ്റ് കുറച്ചും കൂടി നേരത്തെ കൊടുത്തതല്ല, കുറച്ചും കൂടി ഹയസ്റ്റ് ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 1:5 റേഞ്ചിലുള്ള ഒരു ട്രേഡാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ലോസ് വരികയാണെങ്കിൽ 2 പോയിന്റ് സംതിങ്, 3 പോയിന്റ് താഴെയുള്ള ലോസ് വരിക. ടാർജറ്റ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ 15 പോയിന്റ് റേഞ്ചിലുള്ള ടാർജറ്റ് ഉണ്ട്. ഇപ്പോൾ ചെറിയ ലോസിലാണ്, നമുക്ക് $4 ലോസിലാണ്. SLൻ്റെ അവിടെ SLനും ടാർജറ്റ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാനും ഇതൊക്കെ ചെയ്യാനും ഇങ്ങനെ ഈ ഒരു ഡ്രാഗിങ് സുഖമാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് മാനുവലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഞാൻ നേരത്തെ കൊടുത്ത പോലെ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ലോസും ടാർജറ്റും കൊടുക്കാം. ഇതിൽ അതുപോലെ തന്നെ എൻട്രി എടുത്തതിന് ശേഷം ജസ്റ്റ് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്താൽ ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് MT5 നല്ല സുഖമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ MT5ൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുക. അതുപോലെ അൽപാരി എന്നുള്ള ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈസി ആയിട്ട് പ്രൊസീജിയറാണ്. നമ്മൾ നോർമലി ഡിമാറ്റ് അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ചെയ്യുക. എന്നിട്ട് തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വീഡിയോ റെഡി ആവുന്ന സമയത്ത്, ഞാൻ ചെയ്യുന്ന ഗോൾഡിൽ ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ വീഡിയോ റെഡി ആവുന്ന സമയത്ത് ഇൻഫോം ചെയ്യാം. ഇതിലെ ട്രേഡ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിലിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുക. 1:2 അബവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. അതുപോലെ നമ്മുടെ ടാർജറ്റ് വെക്കുന്നത് 5 റേഞ്ചിലാണ്. ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ജസ്റ്റ് ഈ ട്രെൻഡ് ലൈന് മുകളിൽ വരെ പോയിട്ട് താഴേക്ക് തന്നെ വരും തന്നെയാണ് പ്ലാന്. പക്ഷേ അതുവരെ പോയിട്ടാ വരിക എന്നുള്ളത് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ലോ ഏരിയ ടാപ്പ് ചെയ്തപ്പെടുത്തതാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. $7 പ്രോഫിറ്റിലാണ്. സ്റ്റിൽ മാർക്കറ്റ് ആ ഒരു പോകുന്നുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴും ലിക്വിഡിറ്റി ചെയ്യുന്ന മാർക്കറ്റ് എപ്പോഴും ഒരു മൊമെൻറ്റം കാണിക്കും. നമുക്ക് എപ്പോഴും സുഖമാണ്. എൻട്രി എടുത്ത ഉടനെ പ്രോഫിറ്റ് പലപ്പോഴും കാണിക്കാറുണ്ട്. പിന്നീട് ചിലപ്പോൾ ലോസ് വരും, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറയാം, പൊതുവേ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് പ്രോബബിലിറ്റി കൂടും, റിസ്ക് റിവാർഡ് കൂടുതലുള്ള ട്രേഡ് ചെയ്യും. പിന്നെ കുറച്ചും കൂടി ഡിസിപ്ലിനും കൂടി കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. എസ്പെഷ്യലി ഗോൾഡിലൊക്കെ നമുക്ക് ഓപ്ഷൻസിലൊക്കെ ചെയ്യുന്ന പോലെയല്ല. നമ്മൾ വിചാരിച്ചൊരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് എത്ര സമയം കഴിഞ്ഞാലും ടാർജറ്റും സ്റ്റോപ്പ് ലോസും പെർഫെക്റ്റ് ആയിരിക്കും. അല്ലാതെ TDK പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം.
സമയം 1:30 ആയിട്ടുണ്ട്. നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡിന് നോക്കാം. അതായത് ഒരു ഇന്റേണൽ 5 മിനിറ്റ്സ് ഐഡിയക്സ് ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ട്രെൻഡ് ലൈൻ്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അവിടുന്ന് ഒരു ട്രേഡ് ഡയറക്റ്റ് ആയിട്ട് അഗ്രസീവ് ട്രേഡ് എടുക്കാം, ക്യാൻഡിൽ ടാപ്പ് തന്നെ എടുക്കാം. റിപ്പോർട്ടഡി വന്നിട്ടുണ്ട് 70, ജസ്റ്റ് വന്നിട്ട് കുറച്ച് താഴെ വന്നു. ഏകദേശം ആ പ്രീമിയം റേഞ്ചിലെത്തി നമുക്ക് ബൈ കൊടുക്കാം. നമുക്ക് എൻട്രി വന്നത് 76.60 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക 6 പോയിൻറ്റ്സ് ആണ്. ലോസ് വരികയാണെങ്കിൽ നമുക്ക് 2000 സംതിങ് നമുക്ക് ലോസ് വരും ട്രേഡിൽ. ടാർഗറ്റ് നമുക്ക് ഒരു 1:5 റേഞ്ചിൽ എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി അതല്ല 24,560 എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഏതാണ് ആദ്യം എത്തുന്നത് അത് ചെയ്യാം. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് അല്ലേ, പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് എടുക്കാനുള്ള 2 റീസൺ. ഇന്ന് രാവിലെ മുതൽ എന്താ പറയുക 1:30 ആയി ഇപ്പോൾ സമയം. ഇതുവരെ ഒരു ട്രേഡ് പോലും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ടുള്ള വോളറ്റൈൽ മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേയിൽ കുറച്ച് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും ഏത് സ്റ്റൈലാണ് നോക്കിയിട്ട് അതിലൊക്കെ ഏതെങ്കിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് അങ്ങനെയൊക്കെ പിടിക്കാൻ ശ്രമിക്കുക ചെയ്യാം. അതും ഒരു ഉറപ്പില്ല നമുക്ക്. നമ്മൾ എടുക്കുന്ന ചിലപ്പോൾ 2 ട്രേഡിന് 2 SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ അവസരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള. അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ കാരണം ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. അതുപോലെ ഇൻറ്റേർണലായിട്ട് 12:30 ക്രിയേറ്റ് ചെയ്തൊരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് എടുത്തതാണ് ട്രേഡ്. അതാണ് ഇപ്പോൾ എടുത്തത്. ബാങ്ക് നിഫ്റ്റി എടുക്കാൻ വേറെ റീസൺ ഉണ്ട്. ഇന്ന് നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ 520 അല്ലേ, 520 റേഞ്ച് ഓൾറെഡി മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ നിഫ്റ്റിയിൽ തന്നെ എടുക്കാമെന്നുള്ള പ്ലാനിൽ നിഫ്റ്റിയിൽ എടുത്തതാണ്. കാരണം നിഫ്റ്റിയിൽ പ്രോപ്പർ അല്ല, ഒരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ആണെങ്കിലും കൂടെ ബാങ്ക് നിഫ്റ്റിയിലും സെയിം ടൈമിൽ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നോർമലി എല്ലാവരും RBIൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇനി അപ്സൈഡിലേക്ക് ആകും എന്നുള്ള പ്രതീക്ഷയുള്ള സമയത്ത് ഞാൻ ഒന്ന് താഴേക്ക് നോക്കിയെന്നുള്ളൂ. ഓവറോൾ താഴേക്ക് തന്നെ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം പോലെ കാണുന്നുണ്ട്. കാരണം ഒരു ഡൗൺ സൈഡിൽ ഒരു 1 ഡെയിലി ടൈം ഫ്രെയിമിൽ 25,000 താഴേക്ക് 24,500 ഒക്കെ താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര വരെ ഇന്ന് എത്തുമെന്നല്ല ഞാൻ പറയാം. പൊതുവേ മാർക്കറ്റ് ആ ഒരു ഏരിയൻ്റെ താഴെയൊക്കെ വന്നിട്ടായിരിക്കും ഇനി മുകളിൽ പോകുക എന്നുള്ളതാണ്. അറിയില്ല. നമ്മൾ എപ്പോഴും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ കറക്റ്റായിട്ട്. ഏതായാലും 2,000 രൂപയൊക്കെ പ്രോഫിറ്റിലാണ്. എപ്പോഴും പല മാർക്കറ്റിൽ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റിലൊന്ന് പറയാം നിങ്ങൾ. അതായത് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഒരു അൺഹെൽത്തി സ്റ്റൈലാണ് മൂവ് ചെയ്യുന്നത്. ക്യാൻഡിൽസൊക്കെ പെട്ടെന്ന് ക്യാൻഡിൽ ഉണ്ടാവും, ചിലപ്പോൾ വലിയൊരു ക്യാൻഡിൽ ഉണ്ടായിട്ട് പിന്നെ കുറച്ച് നേരം ചെറിയ ചെറിയ ക്യാൻഡിൽസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. ഒരു എന്താ പറയുക, നോർമലി നമ്മൾ കുറേ മുന്നേ കണ്ടുവന്ന രീതിയിലല്ല ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ തോന്നുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാവർക്കും. അതുപോലെ പിന്നെ എപ്പോഴും ഞാനിപ്പോൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഏത് സ്റ്റൈലിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു പാറ്റേൺ പിടിച്ചിട്ട് ട്രേഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എപ്പോഴും മാർക്കറ്റിൻ്റെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ഓരോ ദിവസവും മാർക്കറ്റ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് ഏത് സ്റ്റൈലാണ് മൂവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നോട്ട് ഡൗൺ ഒക്കെ ചെയ്തിട്ട് പിന്നീട് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്ട്രാറ്റജി പോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ സ്ട്രാറ്റജി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അത് ടാർഗറ്റ് അടിക്കും എന്നുള്ളൊരു വാശിയിൽ ഉണ്ടാക്കരുത്. എപ്പോഴും നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ ലാഭം വരാൻ നഷ്ടം വരാൻ ഒരേ സാധ്യതകളാണുള്ളത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവണം. നമുക്ക് ലാഭം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ നഷ്ടം വരുമ്പോൾ നമ്മൾ അറിയാതെ, എനിക്കും സംഭവിക്കാറുണ്ട്, നമ്മൾ വീണ്ടും അടുത്ത ട്രേഡിനൊക്കെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു അവസരം 2 അവസരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചാൽ അതിൽ SL ആണോ ടാർഗറ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് 1 മണിക്കൂർ ആവാനായി. നമുക്കിപ്പോഴും ടാർജറ്റ് നേരത്തെ ടാർജറ്റിൻ്റെ തൊട്ടടുത്ത് വരെ ഒരു 30 ഇതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ 1:5 ആകത്തോണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ എടുത്ത ഗോൾഡിലെ ട്രേഡ് ട്രെയിലിംഗ് എസ് എൽ, അതായത് കോസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് 1:3 അടുത്ത് വരെ പോയതിനു ശേഷം നമ്മുടെ എസ് എൽ അടിക്കാൻ വേണ്ടി വീണ്ടും താഴേക്ക് വന്നു മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ ട്രേഡൊന്നും ചെയ്തില്ല. ഇതിൽ ടാർജറ്റ് എത്തിയിട്ടില്ല, ഇതുവരെ വെയിറ്റിങ്ങിലാണ്. സ്റ്റിൽ 1 മണിക്കൂർ ആവാനായി ട്രേഡ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ പ്രീമിയം ആയിട്ട് പറക്കണമാതിരി തോന്നുന്നില്ല. കാരണം 24,560 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ, അതോ 1:5 ആവുമോ എന്നറിയില്ല. 1:5 അടുത്തായിട്ടുണ്ട്. നേരത്തെ നമുക്ക് 1:5 തൊട്ടടുത്തുനിന്ന് താഴേക്ക് തന്നെ വന്നത്. ഞാൻ വെച്ച് വീണ്ടും എസ് എൽ കോസ്റ്റ് പ്രൈസിൽ അടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും തിരിച്ചൊന്ന് കയറി മാർക്കറ്റ്. ഓക്കെ, നമ്മുടെ 1:5 എബോവ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം. പറക്കോ ഇല്ല, ബുക്ക് ചെയ്താലോ. 1:5 ആയില്ലേ, എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡിൽ. അതൊരു 1 മണിക്കൂർ കാത്തുനിന്ന് നമ്മൾ അവസാനം ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. അതൊരു ഗോൾഡിൽ നമുക്ക് ടാർജറ്റ് കിട്ടിയില്ലെങ്കിലും എന്താ പറയുക, കോസ്റ്റ് പ്രൈസിലാണെങ്കിലും ഇതിൽ ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. 76 എൻട്രി എടുത്ത് 106.15, അതായത് 1:5 അവിടെ കുറച്ച് ഏകദേശം ആയിട്ടുണ്ടല്ലേ, 1:5 റേഞ്ച്. ഏതായാലും 13,300 നമുക്ക് പ്രോഫിറ്റാണ്. 2:30 ആയി സമയം. നമ്മളെ 24,560 വരെയൊക്കെ വരികയാണ്. 1:5 എബോവ് ഉണ്ടാവും എന്തായാലും. നോക്കാം നമുക്ക്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി ആണെങ്കിൽ 24,560 താഴേക്ക് വരികയാണെങ്കിൽ നല്ലൊരു പ്രൈസ് ആക്ഷനൊക്കെ കിട്ടണം. മുകളിലേക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നോക്കാം. കാരണം അവിടെ 24,560 ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്കല്ലേ, അത് 2:40 ഒക്കെ മുന്നായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ചെയ്യേണ്ട എന്നുള്ളത് നോക്കാം. ഞാൻ അതിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:33. നമ്മൾ എന്താ പറയുക, നേരത്തെ ഗോൾഡിൽ നമ്മൾ ട്രെയിലിംഗ് എസ് എൽ ഹിറ്റ് ആയതാണ്. $2 അടുത്താണ് ആ ട്രേഡിൽ പ്രോഫിറ്റ് ട്രെയിൽ ചെയ്തത്. പക്ഷെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വന്നു അല്ലേ. 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് എഗെയിൻ ചെറിയ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുക്കുന്നുണ്ട്. ഇനി നാളെ നോക്കാം ട്രേഡ് ഗോൾഡിൽ. കാരണം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ക്യാൻഡിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഏതായാലും നോക്കാം. 2:34 നമുക്ക് നിഫ്റ്റിയിൽ അവസരം വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് നോക്കാം. നിഫ്റ്റി നമ്മളെ ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. നമ്മളെ എന്താ പറയുക, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നമ്മളെ എന്താ പറയുക, ടാർജറ്റ് മാർക്ക് ചെയ്ത ചേരിയിൽ എത്തിയിട്ടില്ല. പ്രീമിയം 2-3 പോയിന്റ് കൂടിയിട്ടേ ഉള്ളൂ. 24,560 താഴേക്ക് മാർക്കറ്റ് 558 താഴേക്കൊക്കെ വരികയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു അവസരം മുകളിലേക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരു പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോക്കൂല. ഞാൻ പറയാം. സമയം 3:17 ആയി. അതിനുശേഷം നമ്മൾ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് നോക്കണം. ആ ഒരു റേഞ്ച് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു സുഖമില്ലാത്തൊരു മൂവ്മെൻ്റാണ് മാർക്കറ്റിൻ്റെ. ക്യാൻഡിലൊക്കെ നോക്കും, 1 മിനിറ്റിലൊക്കെ പെട്ടെന്നൊരു സ്പൈക്ക് കാണിക്കും. നമ്മൾ എവിടെ നിന്നാണ് പെട്ടെന്ന് കയറാൻ ബുദ്ധിമുട്ട്. അവർ ക്യാൻഡിൽ ടാപ്പ് എൻട്രി തന്നിട്ടുമില്ല. ജസ്റ്റ് ക്യാൻഡിൽ താഴേക്ക് മാർക്കറ്റ് വരാത്തതുകൊണ്ട് ആ എൻട്രിയും കിട്ടിയിട്ടില്ല. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടിയിട്ടില്ല. പിന്നെ സമയം ആയില്ലേ, 3 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ നമുക്ക് 2:45 ശേഷം പിന്നെ എൻട്രി എടുക്കില്ല. പിന്നെ ഗോൾഡിലായാലും വേറെ ട്രേഡൊന്നുമില്ല, നിഫ്റ്റിയിലൊന്നും ട്രേഡില്ല. നമ്മൾ ആ രാവിലെ ചെയ്ത ട്രേഡ് തന്നെ ഉള്ളൂ. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ട്രേഡ് ചെയ്തു. ഫസ്റ്റ് ഒറ്റ ട്രേഡ്, ഇന്ന് ഒറ്റ ട്രേഡ് എടുത്ത ആകെ. അതിൽ നമുക്കൊരു ടാർജറ്റും ഉണ്ട്. ഇനി നാളെ നോക്കാം. സമയം 3:17 ആയി. നമുക്ക് എന്താണ് നാളെ അത് അവസരം നോക്കാം. അതുപോലെ ഇതിലും ചെയ്തിട്ടില്ല, ഗോൾഡിലും അതേ തന്നെ ഉള്ളൂ, ആ ഒരു നേരത്തെ ചെയ്ത ട്രേഡ്. ഇനി നമുക്ക് ഇതിലൊക്കെ നാളെ നോക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൽപാരിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എൻ്റെ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ മതി. അതുപോലെ XNS-ലും ഇല്ല, XNS-ലും ട്രേഡ് ചെയ്തിട്ടില്ല കേട്ടോ. രാവിലെ കണ്ട അതേ ക്യാപിറ്റൽ തന്നെയാണ്, ട്രേഡ് ചെയ്തിട്ടില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളെ കാണാം. ബൈ.